വർഷം 2013 ഇറങ്ങാൻ പോകുന്ന ഒരു മോഹൻലാൽ സിനിമയാണ്. വലിയ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം ഒരു ഫാമിലി സിനിമ എന്ന് തോന്നുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ, ട്രെയിലറുകൾ, ഇന്റർവ്യൂസ് വരെ അങ്ങനെ. സ്വാഭാവികമായിട്ടും തരക്കേടില്ലാത്തൊരു ലാലേട്ടൻ ഫാമിലി ചിത്രം. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മീനയും പിന്നെയും ഒന്നിക്കുന്നു. ഡയറക്ടറാണെങ്കിലും എല്ലാത്തരം സിനിമകളും ചെയ്യുന്ന ജിത്തു ജോസഫ്. പ്രത്യക്ഷത്തിൽ ഒരു ഫാമിലി സിനിമ എന്ന് തോന്നുന്ന സിനിമ അന്ന് വരെ മലയാളികൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ക്രൈം ഡ്രാമയായിരുന്നു പേര് ദൃശ്യം. പിന്നീട് നടന്ന ചരിത്രമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് വരെ ഇല്ലാത്ത മറ്റെല്ലാ മലയാള സിനിമ റെക്കോർഡുകളും അത് ഭേദിക്കുന്നു. എന്തുകൊണ്ട് ദൃശ്യം അത്ര വലിയ വിജയമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അണ്ടർപ്ലേ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കാം. കാരണം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വന്ന് ആൾക്കാരെല്ലാം വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമയാണ് ദൃശ്യം. പിന്നീട് മറ്റെല്ലാ ഭാഷകളിലേക്കും, ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് പുറത്തേക്ക് വരെ പല ഭാഷകളിലേക്കും ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടു, അങ്ങ് കൊറിയയിലേക്ക് വരെ. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ദൃശ്യം 2 എന്ന പേര് കേൾക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ദൃശ്യം 2 വരാനുള്ളൊരു കഥ അതിനകത്തുണ്ട്, ഒരു സ്കോപ്പ് ഉണ്ടെന്നൊരു ചോദ്യം വരുന്നു. പിന്നെയും ആ സിനിമ പൂർത്തീകരിക്കുന്നു. അതിനെപ്പറ്റി വീണ്ടും വളരെ ഒരു ഡ്രാമാറ്റിക്കായുള്ള സിനിമയാണെന്നുള്ള തരത്തിൽ അണ്ടർപ്ലേ ചെയ്യുന്നു. OTT റിലീസാവുന്ന സിനിമ. പക്ഷേ പിന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അത് വീണ്ടും ഒരു ക്രൈം ഡ്രാമയായി തന്നെ എൻഡ് ചെയ്യുന്നു. ദൃശ്യം 1 പോലെ മികച്ചതാവുമോ എന്ന് എല്ലാവരും സംശയിച്ചിരുന്നിടത്ത് ദൃശ്യം 2 അതിലും മികച്ച ഒരു സിനിമയായി മാറുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജിത്തു ജോസഫ് ഒരു ഇൻ്റർവ്യൂ പറയുന്നു, ദൃശ്യം 3യുടെ ഒരു ക്ലൈമാക്സ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ക്ലൈമാക്സ് എൻ്റെ കയ്യിലുണ്ട്. അത് ലാലേട്ടനോട് പറയുകയും ചെയ്തു, ലാലേട്ടൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. പുള്ളിനോട് തന്നെ അത് കൊള്ളാമല്ലോ എന്ന്. പക്ഷേ ആ സിനിമ സംഭവിക്കുമോ ഇല്ലയോ എന്നറിയില്ലായിരുന്നു. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 2026 ദൃശ്യം 3 പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യമുണ്ട്, ആ ദൃശ്യം 1 ദൃശ്യം 2 പോലെ ഇത് മികച്ചമാകുമോ എന്ന്. അത് നാളെ കണ്ടറിയാം.